ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈസ്റ്ററൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. എന്നും നമ്മൾ കുക്കിംഗ് മാത്രമായ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചാലോ. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ വേഗം വേഗം പണികൾ തീർക്കണം. അപ്പോൾ ഇന്ന് കടലക്കറിയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഇതിന് മുമ്പ് ചേച്ചിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കാം കേട്ടോ. ഈ കടലക്കറിയിലൊക്കെ തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് നോക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് സവാളയും പച്ചമുളകും ചേർക്കാം. അപ്പോൾ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞത്. നീളത്തിൽ അരിയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാവേ. അതുപോലെ തന്നെ അതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ. അതപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ചേർക്കുന്നത്. ഇതിപ്പോൾ അരച്ച രീതിയിലായതുകൊണ്ട് വഴണ്ട് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സവാള ഒന്ന് വാടിയ ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത്. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി വേഗം വഴണ്ട് കിട്ടാൻ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. തക്കാളി വഴണ്ട് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തേങ്ങ അങ്ങ് അരയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ഞാൻ വേവിച്ച കടലയും കൂടെ ഒരുമിച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഈ വേവിച്ച കടല ഈ തേങ്ങയുടെ ഒപ്പം ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ആ കറി കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾ വെള്ളക്കടലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ തക്കാളി 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തങ്ങ് ഇളക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഓരോരോ പൊടികളായിട്ട് നമുക്ക് ചേർത്ത് തുടങ്ങാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം മീറ്റ് മസാലയും കൂടെ ഞാൻ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിയാണ് ഞാൻ ചേർത്തത്. നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ ഈ പൊടികളെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലൊക്കെ സാധാരണ ചേർക്കാറ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അളവ് കൂട്ടിയായിരിക്കും പൊടി ചൂടാക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു കുപ്പിയിൽ എടുത്തു വയ്ക്കും. എന്നിട്ട് ഇതുപോലെ കറികൾ ഉണ്ടാക്കാൻ നേരത്തെ ആ പൊടി ചേർക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി മീറ്റ് മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം വേവിച്ച കടല ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടല. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇത് വേവിക്കുമ്പോഴേക്കൊക്കെ സമയം പോകത്തില്ല. അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കടലക്കറി അതും പുട്ടിൻ്റെ കൂടെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതാണ് നല്ലത്. അതുകൊണ്ട് ആ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ചൂടുവെള്ളം ചേർക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായ കൂടി അടുപ്പത്ത് വെക്കുകയാണ്. ഫ്ലാസ്കിലിരുന്ന വെള്ളം നമ്മൾ കുറച്ചെടുത്ത കാരണം കുറച്ചുകൂടെ ഞാൻ തിളപ്പിച്ച ഫ്ലാസ്കിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളത്തിലാണ് ചായ ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പുട്ടും കൂടെ ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കും. കാരണം കടലക്കറി ഇപ്പം തന്നെ റെഡിയാവും. അപ്പോൾ ചൂട് കടലക്കറിയും ചൂട് പുട്ടും കൂടെ അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വേവിച്ച കടലയും കൂടെ ഒരുമിച്ചായിരുന്നു നമ്മൾ അരച്ച് വെച്ചിരുന്നത്. അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കടലയും കൂടെ അരച്ച ഇത് അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കുമ്പോൾ വീണ്ടും കറി കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കൺസിസ്റ്റൻസിയിൽ ഈ കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് നമ്മൾ ചായക്ക് വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ചു. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചായക്കപ്പിൻ്റെ വലിപ്പവും ചായയുടെ അളവൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്രയും ചായ കുടിക്കുമെന്ന്. ഞങ്ങൾ ആകെ ദിവസത്തിൽ ഒരു നേരം മാത്രമേ ചായ കുടിക്കാറുള്ളൂ, ഈ രാവിലെ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു കപ്പിൻ്റെ അളവാണ് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള അളവ്. ആ ഒരു അളവിനാണ് കേട്ടോ എന്നും ഉണ്ടാക്കാറ്.
ചായയുടെ അളവൊക്കെ കുറയ്ക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പയ്യെ പയ്യെ കുറയ്ക്കാം അല്ലേ, ഒറ്റയടിക്ക് കുറച്ചാൽ ചിലപ്പോൾ വിഷമമായി പോവും. അപ്പോൾ ദാ ഈ സമയം കൊണ്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ അവസാനം കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുട്ട് ഓൾറെഡി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആവി കയറി വന്നിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ പുട്ടും കടലക്കറിയും നല്ല ചൂട് ചായയും കൂടെ കുടിക്കാം. ഒരു എവർഗ്രീൻ കോമ്പിനേഷനാണല്ലേ പുട്ടും കടലക്കറിയും. അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി അഥവാ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ ഊണിനുള്ള പരിപാടിയും കൂടെ ചെയ്യാണ്. കാരണം ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അടുക്കളപ്പണിയൊക്കെ തീരും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പയ്യെ നമ്മുടെ ബാക്കി പുറം പണികളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയുടെ ഒരു ഡീറ്റെയിൽഡ് ഓരോ അളവുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ മേളിൽ കണ്ടോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളോട് കൂടിയിട്ടുള്ള റെസിപ്പി വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ പുളിയിഞ്ചി നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ റെസിപ്പി പറയുന്നില്ല കേട്ടോ. റെസിപ്പി വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞങ്ങൾ ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ച് മെനുവിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാനും ഒന്ന് ചേച്ചിയും. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസാണ് അതിൻ്റെ അത് കാണിച്ചത്. നിങ്ങളെല്ലാവരും ആ റെസിപ്പിയൊക്കെ ആയിരുന്നോ ഈസ്റ്ററിന് ഉണ്ടാക്കിയത്? എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഏതെങ്കിലും വിഭവത്തിൻ്റെ എന്തെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അളവുകളോടുകൂടിയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേരും. ഞങ്ങൾ അതിൻ്റെ മാത്രമായിട്ട് റെസിപ്പി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇത് കൂടാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിച്ചത്. പലരും കമൻ്റായിട്ട് അളവുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻ്റായിട്ട് അറിയിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഞങ്ങൾക്കും കുറച്ചുകൂടെ എളുപ്പം അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിഭവത്തിൻ്റെ നിങ്ങൾക്ക് റെസിപ്പി വിത്ത് അളവുകളോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരേ. അപ്പോൾ പുളിയിഞ്ചി പറഞ്ഞ നേരം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി നമുക്കൊരു തോരൻ വേണം. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന്. നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഒരുമാതിരിപ്പെട്ട ഇഞ്ചിയുടെ എരിവായി, പുളിയുടെ പുളിയായി, ശർക്കരയുടെ മധുരമായി. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പും കൂടി ഉണ്ടെങ്കിൽ എല്ലാ ടേസ്റ്റും ആയില്ലേ. അപ്പോൾ അധികം കയ്പില്ലാതെ നമുക്ക് നമ്മുടെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും താളിച്ച ശേഷം ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പാവയ്ക്ക കൂടെ ചേർക്കാം. ഈ ഉള്ളിയും പാവയ്ക്കയും കൂടി ഒരുമിച്ച് കിടന്ന് വഴറ്റി വെന്ത് കഴിയുമ്പോൾ ആ പാവയ്ക്കയുടെ കയ്പൊക്കെ കുറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒപ്പം ചേർത്തത്. അപ്പോൾ ഉള്ളി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് പാവയ്ക്ക കൂടെ ചേർത്തു. ഇന്ന് എനിക്കിവിടെ കിട്ടിയ പാവയ്ക്കയ്ക്ക് ഒരുപാട് കയ്പില്ല, അതുകൊണ്ട് ഞാൻ വിനാഗിരിയിലൊന്നും കഴുകിയില്ല. അല്ലെങ്കിൽ നല്ല കയ്പുള്ള പാവയ്ക്കാണ് ഞാൻ ഒന്ന് വിനാഗിരിയിൽ കഴുകിയെടുത്തിട്ടാണ് കറികൾ ഉണ്ടാക്കാറ്. പാവയ്ക്ക തീയലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ, അതേപോലെ. അപ്പോൾ പാവയ്ക്കയും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ അളവ് കൂടുന്തോറും പാവയ്ക്കയുടെ കയ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഒരല്പം കയ്പുള്ളത് തന്നെയാണ് പാവയ്ക്കാത്തോരൻ്റെ ആ ഒരു സ്വാദെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി തീരെ കയ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഉള്ളി തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കാം. അതേപോലെ തേങ്ങ ചേർക്കുമ്പോൾ ആദ്യം തേങ്ങ ഇട്ട് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയ ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇനി തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ പാവയ്ക്ക തോരനും പുളിയിഞ്ചിയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ചോറിടാം. ചോറിനിട്ട് കുറേ പണികളുണ്ട് ഇനി.
വേറെ ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്തത് കാരണം ഇഞ്ചിക്കറി ഞാൻ ഒരുപാട് അങ്ങ് കുറുക്കിയെടുത്തില്ല കേട്ടോ. പൊതുവേ എനിക്കിങ്ങനെ തൊട്ട് കൂട്ടുന്ന പരുവത്തിലാണ് പുളിയിഞ്ചി ഇഷ്ടം. അപ്പോൾ ഇന്ന് ആകെ 2 കറിയേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇഞ്ചിക്കറി കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ ഇഞ്ചി വറുത്ത ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കഷ്ണമായിട്ട് കിടക്കില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇഞ്ചി കടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പൊടിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ സമയം കളയാതെ ഊണ് കഴിക്കുവാണ് കേട്ടോ. ഇവിടെ തണുപ്പൊക്കെ പതിയെ മാറി തുടങ്ങിയിട്ട് പയ്യെ ചൂടിലേക്കായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമയവും മാറി. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യൻ സമയമായിട്ട് 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ 3.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഈ ചാൻ അതിനനുസരിച്ച് ക്ലോക്ക് തിരിച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെയൊക്കെ പകൽ ദൈർഘ്യം കൂടുതലായിരിക്കും. അതൊക്കെ നമുക്ക് വരുന്ന വ്ലോഗുകളിൽ കാണാം. അപ്പോൾ ഞാൻ പയ്യെ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ പണി ഇതാ ഈ ബാൽക്കണി ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിന് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ സമ്മർ സമയത്ത് മാത്രം കുറച്ച് ചെടികളൊക്കെ വളർത്തും. കുറച്ച് മിൻറ്റും അതുപോലെ തന്നെ മുളകും പിന്നെ കുറച്ച് തക്കാളിയും റോസും അങ്ങനെ കുറച്ച് ചെടികൾ മാത്രം. കാരണം ആ സമയങ്ങളിൽ മാത്രമേ ഇവിടെ ഈ ചെടികളൊക്കെ നന്നായിട്ട് വളരുന്ന സമയമുള്ളൂ. അത് കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് പുറത്ത് തന്നെ ഇരുന്ന് ചീത്തയായി പോവാറുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികളൊന്നും ഞാൻ വളർത്താറില്ല, കുറച്ച് മാത്രമേ വളർത്തുള്ളൂ. കാരണം ഞങ്ങൾ താമസിക്കുന്നത് കമ്പനി വക അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇൻ കേസ് നമ്മളോടിപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചെടികൾ വളർത്താറുള്ളൂ. അതും അത്യാവശ്യം വേണ്ട പച്ചക്കറികളും കുറച്ച് പൂച്ചെടികളൊക്കെ മാത്രമാണ്. വിൻ്ററിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം പോവും. പിന്നെ ഞാൻ ഈ സമ്മറിൽ കുറച്ച് നാളത്തേക്കാണെങ്കിൽ എനിക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇനി ഈ ചട്ടിയും ചെടികളൊക്കെ വൃത്തിയാക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കി പുതിയ ചെടികളൊക്കെ ഇനി പോയി വാങ്ങിച്ചിട്ട് വേണം കേട്ടോ വിത്തും ചെടിയൊക്കെ. തക്കാളിയും മുളകും ഒക്കെ ഞാൻ വീട്ടിൽ തന്നെയുള്ള തക്കാളിയുടെയും മുളകിൻ്റെ ഒക്കെ അരി പാകി വളർത്തിയെടുക്കാറാണ് പതിവ്. ചിലപ്പോൾ ഇങ്ങനെ തൈയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതും വളർത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാ ചട്ടികളും വൃത്തിയാക്കട്ടെ. എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ മഞ്ഞൊക്കെ വീണതങ്ങ് പോയി. അപ്പോൾ ഇത്തവണയും ഒരു റോസെങ്കിലും വാങ്ങിച്ച് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ ചട്ടിയിലൊക്കെ ഇടാനുള്ള മണ്ണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരു ചെറിയൊരു ചാക്ക് പോലത്തെ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ മണ്ണാണ് നിറച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ചെടിയുടെ കൂടെ കുറച്ച് മണ്ണും കൂടെ കാണും. അപ്പോൾ ഞാൻ ഓരോ ചട്ടിയും വൃത്തിയാക്കുകയാണ്. ആ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി ഇത് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ വളരത്തില്ല. ഇതാ ഞാൻ ആ മണ്ണിളക്കിയപ്പോൾ കണ്ടൊരു സാധനം കണ്ടു. ഇതാ നമ്മുടെ മണ്ണിര, അതതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു കേട്ടോ. ബാക്കി എല്ലാ ചെടിയും വേരോടുകൂടി തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഈ മിൻറ്റിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ വേര് മാത്രം അവിടെ നിന്നാലും പിറ്റേ കൊല്ലം വീണ്ടും മുളച്ചു വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊടിച്ചു വന്ന ചെറിയ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഇലകൾ മാത്രം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നാട്ടിലൊക്കെ നമുക്ക് വീടിന് ചുറ്റും ഒരല്പമെങ്കിലും മണ്ണോ പറമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവത്തില്ലേ. ഇവിടെ നമ്മൾ ഒരു ചെടി നടണമെന്നുണ്ടെങ്കിൽ മണ്ണുൾപ്പെടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം ചെടി നടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തക്കാളി തൈയോ ഒരു മുളക് തൈയോ എന്തെങ്കിലുമൊക്കെ നടണം കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് കറി വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. ചട്ടിയിലെ വേരും ഇതൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ അടിച്ചു വാരി കളയണം. ഈ നല്ല കാറ്റൊക്കെ വീശുമ്പോഴേ എൻ്റെ ഈ ചെടിയും ചട്ടിയൊക്കെ മറിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള മണ്ണൊക്കെ ആ ബാൽക്കണിയിൽ വീണിട്ട് നിറച്ച് പൊടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയണം. അതേപോലെ തന്നെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് വെള്ളം ഒഴിച്ച് കഴുകി കളയാൻ പറ്റില്ല. കാരണം തൊട്ട് താഴെ കൂടെ റോഡും ആൾക്കാരൊക്കെ അതിൽ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ താഴെ പോകുന്ന ആൾക്കാരുടെയൊക്കെ മേത്തേക്ക് വീഴും. അപ്പോൾ നമുക്കങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി കളയാനൊന്നും പറ്റില്ല. നന്നായിട്ടൊന്ന് അടിച്ചു വാരി പൊടിയൊക്കെ മാറ്റാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ച് കളയണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 2 മഴ കഴിയുമ്പോഴേക്കും ആ പൊടിയൊക്കെ ചെളിയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ അടിച്ചു വാരി നമ്മുടെ വേസ്റ്റ് കവറിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇത്രയും നാളും തണുപ്പൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഈ ബാൽക്കണിയിലൊന്നും വന്നിരിക്കാൻ പറ്റാറില്ല. കാരണം നല്ല മഞ്ഞോ തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് എത്ര നേരം എന്ന് വെച്ചാൽ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മർ സമയമാകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഈ ബാൽക്കണിയിൽ വന്നിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത്.
കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് കൊറോണ ആയിരുന്നല്ലോ, അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം വേറെ എവിടെയും പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞങ്ങളുടെ സമ്മർ സമയങ്ങളിൽ ഒരു 90% ഞങ്ങൾ ഈ ബാൽക്കണി തന്നെയായിരുന്നു. റോട്ടിൽ കൂടെ പോകുന്നവരെ കാണുക, വണ്ടി എണ്ണുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞു. അവിടെ ആ ഒരു വൈറ്റ് കവറിലിരിക്കുന്ന മണ്ണാണ് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് ബാക്കി വന്നതാണ്. അപ്പോൾ ഈ തവണ ചെടി നടുമ്പോൾ ആ മണ്ണ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. തണുപ്പ് കുറഞ്ഞെങ്കിലും ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മാസ്കും സ്വെറ്റ്ഷർട്ടൊക്കെ ഇട്ട്. ആ കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ ബാൽക്കണി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ആ വേസ്റ്റ് കൊണ്ടുപോയി താഴെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്നിടണം. അപ്പോൾ ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ചെടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചട്ടിയില്ലേ, ആ ചട്ടി ഉണ്ടാകും. അതിന് വെച്ചിട്ട് കാര്യമുണ്ട്, നമുക്ക് ചെടി നടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടേ കളയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ തിരിച്ച് വേറെ സെക്ഷനിൽ കൊണ്ടുവരണം. ഇതിപ്പോൾ മണ്ണും ചെടിയുടെ വേസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ അതിങ്ങനെ തന്നെ കെട്ടി അവിടെ വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ കെയർ ടേക്കർ വന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തോളും. അപ്പോൾ ഇവിടെയാണ് ഈ മഞ്ഞ കളർ കവറിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സെക്ഷൻ കേട്ടോ, പ്ലാസ്റ്റിക് വേറെ, നമ്മുടെ ഫുഡ് വേസ്റ്റ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ, ബോട്ടിൽസ് വേറെ, അങ്ങനെ എല്ലാത്തിനും പ്രത്യേക സെക്ഷനുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ വേസ്റ്റ് ഇടണം. ആകെ ഈ ചെറിയ ഇതിലൊക്കെ നമ്മൾ പൊടി മണ്ണൊക്കെ ചെടിയൊക്കെ നന്നാക്കിയതല്ലേ, അപ്പോൾ മൊത്തം ഇങ്ങനെ അഴുക്കുക എൻ്റെ മേത്ത്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണി തീർക്കാനായിട്ട്. നമുക്ക് വേഗം ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോഴാണ് ശരിക്കും എൻ്റെ തനി സ്വരൂപം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അല്പമൊക്കെ കുട്ടിയൊക്കെ ഇടാറുണ്ടല്ലോ, ഇതാണ് എൻ്റെ ശരിക്കുള്ള രൂപം. അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, അപ്പോൾ കെട്ടിവെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി തുണിയൊക്കെ വിരിച്ചെടുക്കാം. ഈ സമ്മറിൽ മാത്രമായിട്ടോ നമ്മളിവിടെ വിരിച്ചിടാറുള്ളൂ. തണുപ്പുള്ള സമയങ്ങളിൽ ഈ തുണി വിരിച്ചിടുന്ന സാധനം നമ്മൾ റൂമിനകത്താണ് കേട്ടോ വെക്കാറ്. ഇവിടെ ഡ്രയർ ഇല്ല, അപ്പോൾ എന്തായാലും അലക്കി കഴിഞ്ഞ് അത് ഉണക്കാൻ വേണ്ടി വിരിച്ചിടണം. അപ്പോൾ തണുപ്പ് സമയത്ത് നമുക്ക് ഈ ബാൽക്കണി കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ടും കാര്യമില്ല, തുണി ഐസായി പോവും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ നല്ല കാറ്റാണെന്ന്. അപ്പോൾ ഈ വിരിയൊക്കെ ആയത് കാരണം നനഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ പുതപ്പിന് മുകളിലേക്ക് അതങ്ങ് വിരിച്ചിടുക, അല്ലെങ്കിൽ പുതപ്പ് ചിലപ്പോൾ പറന്ന് താഴത്തേക്ക് പോകും. ബെഡ്റൂമിലെ വിരിയും പുതപ്പൊക്കെ ആകെ മുഷിഞ്ഞു അലക്കാടായി. ഇനി അതൊന്ന് മാറ്റി വിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വിരിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലാണ് കേട്ടോ. അതാ ഈ സാധനം അതിൻ്റെ ഓറ എടുത്തിടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ ചാനയുടെയും കൂടെ ഉള്ളപ്പോഴാണ് ഞാനത് ചെയ്യാറ്. ഞങ്ങളുടെ അടുത്ത് പലരും ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇച്ചാൻ്റെ കമ്പനി വക അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹോം ടൂർ പോലത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പ്രൈവസി ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹോം ടൂർ ചെയ്യാത്തത്. ചേച്ചിയുടെ ഒരു ഹോം ടൂർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം ഒരു യെല്ലോ കളർ ബെഡ്ഷീറ്റ് കണ്ടിരുന്നില്ലേ, അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ബെഡ്ഷീറ്റിനേക്കാൾ കൂടുതൽ, ബെഡ്ഷീറ്റും ഉണ്ട്, വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ, അതിനേക്കാൾ കൂടുതൽ കണ്ടുവരാറിങ്ങനെ ബെഡ് കവറും അതേപോലെ നമ്മൾ ഈ പുതയ്ക്കുന്ന സാധനത്തിൻ്റെ കവറും കൂടി ആയിട്ടാണ് സാധനം വാങ്ങിക്കാൻ കിട്ടാറുള്ളത്. ഞങ്ങൾ ഇക്കേന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊരു സെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. ആ പുതയ്ക്കുന്ന അതിൻ്റെ കവറും അതുപോലെ ബെഡ് കവറും പിന്നെ പില്ലോ കവറും, ഇത്രയും ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇക്ക അല്ലെങ്കിൽ ഐക്യ എന്നൊക്കെ പേരുള്ള ഈ ഷോപ്പ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്ത് ഒട്ടുമുക്കാൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ അവരുടെ ഓരോ ഷോറൂം ഉണ്ടാവാറുണ്ട്. നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്ന് കരുതി ഒരുപാട് ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ, ആ ഒരു വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഈ ബെഡ് കവറും. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇന്നത്തെ പണികളൊക്കെ ഏകദേശം തീർന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് അത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ റൂമും സെറ്റായി, ബാൽക്കണിയും സെറ്റായി. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി നമുക്ക് പിന്നീട് കാണാം. ബൈ.